ഏറ്റവും പുതിയ സിനിമയായ പള്ളിച്ചട്ടമ്പിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്റെ പൊന്നു എന്റെ പേര് മനസ്സിലായില്ലല്ലേ. ക്യൂൻ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു അനൗൺസ്മെന്റ് വരുന്നു, ലാലേട്ടന്റെ ആഡ് വരുന്നു, അതിനുശേഷം അനൗൺസ്മെന്റ് വരുന്നു, പള്ളിച്ചട്ടമ്പി എന്നൊരു പടം വരുന്നുണ്ട്. അന്ന് തന്നെ തീരുമാനിച്ചതായിരുന്നോ ഈ ടോവിനോ ആയിരിക്കും ഈ ക്യാരക്ടർ ചെയ്യുന്നത്? ഉറപ്പായിട്ടും. കാര്യം എന്റെ മുഖം വെച്ചല്ല അനൗൺസ് ചെയ്തേ, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കാനാണെങ്കിൽ എന്റെ മുഖം വെച്ച് അനൗൺസ് ചെയ്യും. ഇയാൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. അതെ, നമ്മുടെ നായകൻ. ക്യാരക്ടറോടെയും പറഞ്ഞിട്ടില്ലേ ക്യാരക്ടറിനെ? ആ ക്യാരക്ടറിനെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇവിടെ പറയണോ? ബേസില് സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് സീനൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അതായത് ഈ ചിരിച്ചിട്ട് ഇവന് ചിരി സഹിക്കാൻ പറ്റാണ്ട് കട്ടി വിളിക്കാനായിട്ട് ഇവനിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണാം. ഇവൻ മനസ്സിൽ എഡിറ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് അപ്പൊ അതൊക്കെ അപ്പൊ ആ സെറ്റ് ഫണ്ണായിരിക്കും. ഞാനങ്ങനെ ഒരുപാട് കളി അടിക്കാറില്ലെന്ന് തോന്നല്ലേ? കളി അടിച്ചാലും പാളി പോവാം. ഒരുപാട് അടിക്കാറില്ല. അടിച്ചാൽ മിക്കപ്പോഴും പാളി പോവാറാള്. അരുണ്ടമ്മനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റേ ഈ കോയിൻ ട്രിക്ക് പഠിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യണത് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞാ ഒരു ഗസ്റ്റ് അപ്പിയറൻസിന് നീ ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ മോശമുണ്ടോ? അല്ല നമുക്ക് മറ്റേ ഫുൾ പടം വരും. അങ്ങനെയാണ് ഞങ്ങള്. അത് മറ്റേ ലാബ് യൂണിഫോമാണ് നമ്മുടെ കോളേജിൽ ഒരു ദിവസം തിരിച്ചു വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു പോലൊക്കെ തന്നെ വിചാരിക്കുന്നത്. ഇത് ഏതൊക്കെ കൊല്ലം അറിയാം? അതൊരു 2009 അങ്ങനെ ആയിരിക്കും. പക്ഷെ 17 വർഷം കൊണ്ട് ഞാൻ അത്യാവശ്യം ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ? അതുണ്ട്. കറക്റ്റ് ആയിട്ട് തുടങ്ങി. അടിപൊളിയാണ്. പള്ളിച്ചട്ടമ്പിയിൽ ഒരു ക്യാമിയോ ഉണ്ട്. ഞങ്ങളും കേട്ടു അത്. മിർച്ചി സ്റ്റാർ പഞ്ചിൽ ഞാൻ മിർച്ചി വർക്കിച്ചനാണ്. ഏറ്റവും പുതിയ സിനിമയായ പള്ളിച്ചട്ടമ്പിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്റെ കൂടെയുള്ളത് ഡയറക്ടർ ഡിജോ ചേട്ടനും എന്റെ പൊന്നു ചേട്ടാ. അതുകൊണ്ടല്ല എന്റെ പേര് മനസ്സിലായില്ലല്ലേ. എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവിടെ പറഞ്ഞു നാളെ ടോവിനോ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, നീയാ ഒന്ന് പോരാടുന്നു പറഞ്ഞ അൾട്ടിമേറ്റ് പുച്ഛായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ അമ്മയുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. വെൽക്കം ടു സ്റ്റാർ പഞ്ച്. അപ്പൊ ചേട്ടാ, എന്താണ് ഈ പള്ളിച്ചട്ടമ്പി? പള്ളിയും ചട്ടമ്പി തമ്മിൽ എന്താണ് ബന്ധം? സിനിമ 10-ാം തീയതിയാണ് റിലീസ്. അത് നമ്മുടെ ഈ പള്ളിച്ചട്ടമ്പി എന്നുള്ള ഒരു ടൈറ്റിലിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സിനിമയാണ്. 1950. അതുമാത്രമല്ല, നമ്മൾ 1930 നിന്നും സിനിമയുടെ കാലഘട്ടം ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ റൈറ്റർ സുരേഷ് ചേട്ടനാണ്, സുരേഷ് ബാബു. അപ്പോൾ സുരേഷ് ചേട്ടൻ ബേസിക്കലി ഒരുപാട് അതെ. അപ്പോൾ പുള്ളി കൂടുതൽ ഡീറ്റെയിലോടെ പറയുന്നതായിരിക്കും. പക്ഷേ സൈഡിൽ നിന്ന് പറയാന്ന് പറഞ്ഞാൽ ഇത് ആ കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക കാലഘട്ടം 1950 തൊട്ട് 60കളിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ, എല്ലാ രീതിയിലും ഉണ്ടായ മാറ്റങ്ങളിൽ സംഭവിച്ച ഒരു ചേഞ്ചാണ് ഈ പറഞ്ഞത്. അതായത് ഈ പള്ളിയും അതേപോലത്തെ ഒരു നാട്, ഈ നാടിൻ്റെ ഒരു നായകൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ നാട്ടിലെ നായകൻ്റെ ആവശ്യം വരുമ്പോൾ ആ നായകന് കൊടുത്ത ഒരു പേരാണ് ആ സിനിമയിൽ, നമ്മുടെ സിനിമയിൽ വരുന്നത്. അതിനാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്നത്. അതായത് പള്ളി നമ്മുടെ പടത്തിലൊരു പ്രമേയമാണ്. ബേസിക്കലി പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാടിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് എല്ലാ രീതിയിലും കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലാണ്ട് ഒരു സ്പെസിഫിക്കലി ഒരു കമ്മ്യൂണിറ്റീനെ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൊത്തത്തിലൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു തോട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന ഒരു സാധനമായിരുന്നു ക്യൂൻ. കോളേജിൽ കയറി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ക്യൂൻ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു അനൗൺസ്മെന്റ് വരുന്നു, ലാലേട്ടന്റെ ആഡ് വരുന്നു, അതിനുശേഷം അനൗൺസ്മെന്റ് വരുന്നു, പള്ളിച്ചട്ടമ്പി എന്നൊരു പടം വരുന്നുണ്ട്. അന്ന് തന്നെ തീരുമാനിച്ചതായിരുന്നോ ഈ ടോവിനോ ആയിരിക്കും ഈ ക്യാരക്ടർ ചെയ്യുന്നത്? ഉറപ്പായിട്ടും. കാര്യം എന്റെ മുഖം വെച്ചല്ല അനൗൺസ് ചെയ്തേ, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കാനാണെങ്കിൽ എന്റെ മുഖം വെച്ച് അനൗൺസ് ചെയ്യും. അല്ല, ഈ 2011 പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ലൂസിഫർ കഴിഞ്ഞു, കൽക്കി, ആ പടങ്ങളൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അല്ല, കൽക്കി ഇറങ്ങിയിട്ടില്ല. കൽക്കി 2019. അപ്പൊ അതിനൊക്കെ മുമ്പ് തന്നെ ലൂസിഫർ 2019. ലൂസിഫറിന്റെ ഒക്കെ ഷൂട്ട് തുടങ്ങാൻ പോകണുള്ളൂ, എന്റെ ഭാഗങ്ങൾ തുടങ്ങാൻ പോകണുള്ളൂ. നമ്മൾ 2018 അവസാനം നമ്മുടെ ആൻഡ് ഓസ്കാർ ഗോസ്റ്റുടെ സെറ്റിൽ വെച്ചിട്ടാണ് ലൂസിഫറിന്റെ ഷൂട്ട് കഴിഞ്ഞിരുന്നു എന്റെ. എന്നിട്ടാണ് ആൻഡ് ഓസ്കാർ ഗോസ്റ്റിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ പോയി തിരിച്ചു വന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി ടോവിയുടെ അടുത്ത് ഇതിന്റെ ഒരു പ്രമേയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ടോവി അത് കേട്ടപ്പോൾ തന്നെ അതിലോട് ഭയങ്കരമായിട്ട് ഇന്നായി. പിന്നെ ഞങ്ങൾ നിരന്തരം വർക്ക് ചെയ്യായിരുന്നു, ഡിസ്കഷൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് അനൗൺസ് ചെയ്താണ്. പിന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് വന്നു, മനുഷ്യരുടെ 2 വർഷം നൈസായിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കാലം മാറി. പക്ഷെ നമ്മൾ ഫൈനലി ഇപ്പോൾ 2026 അങ്ങനെ അന്ന് അനൗൺസ് ചെയ്ത സിനിമ ഇപ്പോൾ റിലീസാവും. കഥ അതായത് ഡിജോ ആദ്യം എൻ്റെ അടുത്ത് കഥ പറയുന്ന സമയത്ത് അന്ന് ഞാനാണെങ്കിൽ ബ്രെയിൻ ഫ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. കാര്യം വെച്ചാൽ
ഒറ്റയ്ക്ക് ഡേറ്റ് ഒക്കെ മാനേജ് ചെയ്ത് അങ്ങനെ മാനേജർ ഒന്നും എനിക്ക് ഈ 2022 അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് കെൽപ്പുള്ള ഒരു മാനേജറൊക്കെ വന്നത്. അതുവരെ ഞാൻ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയാണ്. എനിക്ക് ഓർമ്മയുണ്ട് രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ സമയത്ത് ഡേറ്റിൻ്റെ പ്രശ്നം വന്നത് രാജുവേട്ടനെ ഞാൻ മെസ്സേജ് ചെയ്തു, ചേട്ടാ നിങ്ങളൊക്കെ എങ്ങനെ ഇത് ചെയ്യണേ, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറ്റും എങ്ങനെ ഇത് ചെയ്യണത്, ഞാൻ വല്ല തല പൊട്ടിത്തെറിച്ച് ചത്തു പോകും എന്ന് പറയുമ്പോൾ പുള്ളി എൻ്റെ തല പൊട്ടിത്തെറിക്കും, പക്ഷെ നീ ചാവില്ല, നീ ഇവിടെ മുഴുവൻ അനുഭവിച്ചിട്ടേ പോവുള്ളൂ എന്ന പുള്ളി എന്ന് പറഞ്ഞു. ആ അവസ്ഥയിലൊക്കെ സമയത്താണ് അതെ ലൂസിഫറിന്റെ ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഡിജോയ്ക്ക് കഥ പറയാൻ വന്നപ്പോൾ ഡിജോ എൻ്റെ ചേട്ടൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ച ഫിസാറ്റിലായിരുന്നു. അപ്പോൾ ഡിജോ പറഞ്ഞപ്പോൾ ഡിജോ അത് റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നമുക്ക് ഇച്ചിരി ഇപ്പോൾ നമ്മൾ എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. 2018 നമുക്കങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കമ്മിറ്റ് ചെയ്താൽ തന്നെ ഒരുപാട് സമയം എടുക്കും ഡിജോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കഥ കേട്ടിട്ടും കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, വെറുതെ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞു, നോക്കുള്ള ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ കേട്ട് നമ്മളന്ന് എവിടെയാണ് നമ്മൾ മാരിയറ്റിൻ്റെ ലോബിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ കഥ പറയണത്. കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ അന്ന് ഇപ്പം ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻറ്റ് വേർഷൻ ആയിരുന്നു. അതിന് ശേഷം കുറേ സിനിമകൾ നമ്മൾ ഇത്തരം കാലത്തിലേക്ക് 100 കണക്കിന് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച പോലത്തെ സീനുകൾ വേറെ സിനിമകളിലുണ്ടാവാം, അതിൻ്റെ ആശയങ്ങൾ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ അന്ന് കേട്ടപ്പോൾ തന്നെ പക്ഷെ കോർ എലമെന്റിലൊന്നും മാറ്റില്ല. കോർ ഭയങ്കര ക്ലീനാണ്, സിമ്പിളാണ്. അതെ, എനിക്ക് തോന്നുന്നു പണ്ടുണ്ടായിരുന്നതും നല്ലതായിരുന്നു, അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ലുക്ക് ഇൻസ്പയർഡ് ആയിരുന്നു എന്തെങ്കിലും? എനിക്ക് ആദ്യം തോന്നി നമ്മുടെ മറവത്തുറക്കണയിലെ മമ്മൂക്കയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ. അല്ല ബേസിക്കലി നമ്മള് ഇപ്പൊ ഞാനും ടോവിയൊക്കെ ഇപ്പൊ നമ്മള് ഈ മറവത്തൂർ കനവ് തൊട്ട് എല്ലാ സിനിമകളും നമ്മള് റീവാച്ച് നമ്മൾ ഷൂട്ടിന്റെ തലേദിവസം വരെ നമ്മൾ നരൻ, മറവത്തൂർ കനവ്, നമ്മൾ പഴയ സിനിമകൾ അത് മാത്രമല്ല കേട്ടോ, ഐ വി ശശി സാറിന്റെ 1900 ആ സിനിമ വരെ നമ്മൾ റീവാച്ച് ചെയ്ത്, കാര്യം ആ കാലഘട്ടം നമുക്ക് കിട്ടണ്ടേ. ബേസിക്കലി ഇപ്പൊ നമ്മൾ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പൊ അപ്പനപ്പം അതെ അവരോട് ചോദിച്ചാൽ പോലും അവർക്കൊരു ഒരു ഫ്രാക്ഷൻ ഓഫ് ഇത് മാത്രമല്ലേ ഓർമ്മയുള്ളൂ. അപ്പൊ അവര് മറ്റേ നിക്കറിട്ട് നടക്കുന്ന സമയത്താണ് സംഭവങ്ങളൊക്കെ. എന്റെ അപ്പൻ 1952 ആണ്. പക്ഷെ അപ്പൊ ഇത് ചെറിയൊരു ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ട്. അന്ന് ഇതുപോലെ ഇന്റർനെറ്റിൽ ഫേസ്ബുക്കിലൊന്നും വായിക്കാൻ പറ്റില്ലല്ലോ. അന്ന് ലോകത്തിന്റെ പല ഭാഗത്തും പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇവർക്ക് ഇവരുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് നടന്ന കാര്യങ്ങളെ കാര്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക്. കറക്റ്റാ. അപ്പൊ അന്നത്തെ ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരാളുടെ ക്യാരക്ടർ നമ്മൾ അന്നേ വരപ്പിച്ചിരുന്നു. ഞങ്ങൾ കുറേ വരപ്പിച്ച് ഒരു ലുക്കൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ടോവിനടുത്ത് കാണിച്ചപ്പോൾ തന്നെ ഇപ്പം മീശ നമുക്ക് വേറൊരു ലുക്ക് ഞാൻ ടോവിനെ അന്ന് കാണിച്ചു. ഒരു മീശ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്ന ഒരു മീശ കാണിച്ചു. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് മീശ വരുമോ? അപ്പോൾ ഞാൻ ടോവിനെ അന്നത്തെ ഒരു ഇമേജ് കാണിച്ചിരുന്നു. പണ്ട് ഒരു മെലിഞ്ഞിട്ടൊരു പുള്ളിയുടെ അന്നത്തെ ആളുടെ ഒരു മീശ കാണിച്ചു. എന്നൊക്കെ പറഞ്ഞ് പിന്നെ ടോവി എനിക്കൊന്ന് കൽക്കിയിലും അതിൻ്റെ ഒരു ചെറിയ ലുക്ക്. കൽക്കിയുടെ സമയത്താണ് കൽക്കിയിലുള്ള മീശനേക്കാളും വലിയ മീശ വെച്ചിട്ട് ഞാൻ ലൂക്ക കഴിഞ്ഞിട്ട് താടി എടുത്ത സമയത്ത് ജസ്റ്റ് ആ മീശ മാത്രം. അപ്പൊ അത്ര നാളിന്റെ മാക്സിമം വളർച്ചയുള്ളത് ഇങ്ങനൊരു മീശ നമുക്ക് പിടിച്ചാലോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ കൊള്ളാൻ രസം. അതിനേക്കാളും വലിയ മീശയാണ് നമ്മളിപ്പോ അന്ന് ഞാൻ റെഫറൻസ് അയച്ചു കൊടുത്ത മീശനേക്കാളും വലിയ മീശ. ഇപ്പൊ ഞാൻ നമ്മുടെ സിനിമയിൽ ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ ഒരു ലുക്കിൽ പോലും ഹെയർ ലൈൻ പോലും നമുക്കൊന്നും ഷേവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതായത് ടൊവിയുടെ ഇവിടെയൊക്കെ തലമുടി ഉണ്ടാവും. നമ്മളൊക്കെ ഇവിടെയല്ലേ ഇങ്ങനെ നമ്മളിപ്പോ ഇപ്പോഴല്ലേ ഷേപ്പിംഗ് ഒക്കെ, ആ കാലഘട്ടത്തിൽ അതൊന്നുമില്ല. ഇവിടെ തൊട്ട് മീശ പോലും ഇങ്ങനെ ചാടി അതൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ കൂടെ പറ്റില്ല അല്ലെ. കുറച്ച് അൺഈവൻ ആയിട്ടാണ് നമ്മൾ ഒരാളല്ലല്ലോ. പ്രത്യേകിച്ച് പണ്ടത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് ആണുങ്ങൾ അങ്ങനെ ഭയങ്കര ഗ്രൂം ചെയ്യുമായിരുന്നു എന്ന് ഉണ്ടാവും. ഷേവിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നുണ്ടോ. പക്ഷെ നമ്മുടെ ഈ ക്യാരക്ടർ ബേസിക്കലി ഒരു നാട്ടും പ്രദേശം അങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടർ. അയാള് ബേസിക്കലി ഇതൊന്നും ഇല്ല, ഇയാൾക്ക് ഇതെല്ലാമാണ് ലൈഫ്. സമയമില്ല ഇതിനെപ്പറ്റി ധാരണയില്ല. ഇത് കംപ്ലീറ്റ് ഫിക്ഷൻ അല്ലല്ലോ. ഇത് ബേസിക്കലി നമ്മളെ നടക്കുന്ന നാട് ഫിക്ഷനാണ്. നമ്മളുടെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് അങ്ങനത്തെ പല നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതായത് എല്ലാം ഫിക്ഷനാ, ഇതെല്ലാം ഫിക്ഷനാ. കുന്നമ്പുറന്ന് ചിലപ്പോൾ വേറെ പേരുണ്ടാവും, പക്ഷെ അത് നമ്മൾ ജനറിക് ആയിട്ട് ഇട്ടോന്നുള്ളൂ. ഇപ്പൊ നമ്മളുടെ സിനിമ നടക്കുന്ന സ്ഥലവും ഇതെല്ലാം ഫിക്ഷനാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കേരളത്തിൽ ആ സമയത്ത് നടന്നൊരു ചേഞ്ചസ് ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്ക് ഡ്രോപ്പിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പീരിയോഡിക് സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ സെറ്റ്, കോസ്റ്റ്യൂം, ഇതിന്റെയൊക്കെ റെഫറൻസ് ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മുടെ ആർട്ട് ഡയറക്ടർ ദിലീപ് നാഥ് എന്ന് പറഞ്ഞ, കൂടാതെ നമ്മുടെ റൈറ്റർ സുരേഷ് ഏട്ടനും നമ്മളെല്ലാവരും കോർ ഭയങ്കരമായിട്ട് അതിൽ വർക്ക് ചെയ്ത് അന്നത്തെ ആ പേരുകളുടെ എഴുത്തും ഇതെല്ലാം നമ്മൾ ഇരുന്ന് ടീമായിട്ട് വർക്ക് ചെയ്ത്. കാര്യം എനിക്ക് പരിമിതികളുണ്ട്, എനിക്കറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ പഴയ വായിച്ച ഏറ്റവും കൂടുതൽ അറിയാവുന്ന സുരേഷ് ഏട്ടനായിരിക്കും. സുരേഷ് ഏട്ടനാണ് ഇവരുടെ ആർട്ടിൻ്റെ
ആൾക്കാരുടെ കൂടെയും നമ്മളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്തത്. ചെറിയ ചെറിയ വാക്കുകളായിരിക്കും, പക്ഷേ ഇങ്ങനെ വരില്ല, പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആണല്ലേ എന്നൊക്കെ നമുക്കും ഒരു കൗതുകമായിരുന്നു. അപ്പം അതൊക്കെ നമുക്കും ഇതിലൂടെ ഒരു സ്റ്റഡി ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റി സെറ്റ് ഇട്ടത് ഒരു ചെറിയ, പിന്നെ പണ്ട് ഇപ്പോൾ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീടുകളും പരിപാടികളും എല്ലാം ഉണ്ടാവും. അന്ന് അത്രയൊന്നും ഇല്ല. അന്നാകെ കുടിയേറിയ ഒരു ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു 10-100 കുടുംബങ്ങളെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ചെറിയൊരു ഏരിയ പറഞ്ഞാൽ അവിടെ 1000-1500 അല്ലേ, പോപ്പുലേഷനും വളരെ കുറവാണ്. ഒരുപാട് നേച്ചർ ആയിരിക്കും ബാക്ക് ഡ്രോപ്പിൽ വരെ. ഇപ്പോൾ നമുക്കൊരു ഫ്രെയിം വെച്ചാൽ പോലും അവിടെ ഒരു വീടുണ്ടാവും. എത്ര കാടാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീടുണ്ടാവും. രാത്രിയാകുമ്പോൾ 2-3-4 വെളിച്ചം ഉണ്ടാവും. അന്നത്തെ കാലഘട്ടത്തിൽ അതുണ്ടാവില്ല. അപ്പം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലുള്ള ഒരു ഗ്രാമം നമ്മൾ സെറ്റ് ചെയ്യണം. തൊടുപുഴയിലാണ് സെറ്റ് ചെയ്തത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-70 കൊല്ലം മുമ്പത്തെ അതായിട്ട് പറയണേ. അതെ, അതാണ് അതിൻ്റെ റിയാലിറ്റി. അത്രയും പുറകിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഏരിയ 1930s പോകുന്നുണ്ട്. അത് അതിൻ്റെ അപ്പോൾ 90. അതെ. പള്ളിയൊക്കെ സെറ്റാണോ കാണിക്കുന്നത്? ആ, പള്ളി ഫുൾ സെറ്റാണ്. അതെല്ലാം സെറ്റാണ്. അതായത് വെറും ബാരൻ ലാൻഡ് ആയിരുന്നു. ബാരൻ ലാൻഡിൽ ഇതേപോലെ നമ്മൾ ഇതെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് ഫെൻസിങ് തൊട്ട് എല്ലാ കാര്യം, ഈവൻ ബോർഡ് തൊട്ട് അന്നത്തെ ആക്ച്വലി റിസർവയറും മലയും സെറ്റല്ല. ഇപ്പൊ ഒരു ക്യാരക്ടർ അതിനകത്ത് ഇപ്പൊ പാട്ടിറങ്ങിയ സമയത്ത് കാണിക്കുന്ന സീനുണ്ടല്ലോ, മല ഓടി കയറുന്നു, മറ്റേ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഓൾറെഡി നമുക്ക് ARMൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഇതിൽ പക്ഷെ അങ്ങനെ ARMലെ പോലെ അങ്ങനെ ഒരു കളറി ബേസ്ഡ് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇയാൾക്ക് പലതരം അടിത്തടകൾ അറിയാവുന്ന. ഇപ്പോൾ വിചാരിക്കുക, ഇയാൾ വരുന്നത് ഏത് സ്ഥലത്ത്, കുറച്ച് ദൂരമുള്ള വേറൊരു സ്ഥലത്ത് നിന്ന് ഈ നാട്ടിലേക്ക് വരുന്നതാണ്. ആ നാട്ടിൽ ഇയാൾക്ക് ജീവിക്കണമെങ്കിൽ, ആ നാട്ടിൽ ഇയാളുടെ ചുറ്റുപാടുള്ളവർക്ക് ജീവിക്കണമെങ്കിൽ ഇയാൾക്ക് ചിലപ്പോൾ പുറം നാട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ അടിത്തറയൊക്കെ പഠിച്ചിട്ട് വരേണ്ടി വന്നിട്ടുണ്ടാവാം. അതിപ്പോൾ ഏതെങ്കിലും ഒന്നിൽ അഗ്രഗണ്യനാവാൻ വേണ്ടിയിട്ടല്ല, പുള്ളി സർവൈവലിന് വേണ്ടിയിട്ടും ചുറ്റുമുള്ളവരുടെ സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും പുള്ളി അത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു മിക്സ് ഓഫ് എല്ലാമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. കുറച്ച് ഗുസ്തി ആയിരിക്കും, കുറച്ച് കളരി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ലോജിക്കാണ്. അപ്പോൾ അങ്ങനെ ഇയാൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. അതെ, നമ്മുടെ നായകൻ. അതായത് ബേസിക്കലി അതിൽ മാസ്റ്റർ ആണോന്ന് വെച്ചാൽ അല്ല, മാസ്റ്റർ ആണോന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഇതെല്ലാം പുള്ളിക്ക് അറിയാം. അത് എക്സ്പീരിയൻസ് കൊണ്ട് പുള്ളി പഠിച്ചതാണ്. ആ ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇവിടെ പറയണോ? ഇപ്പൊ ചേട്ടന്റെ 3 സിനിമകളും കഴിഞ്ഞ പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട് അതിനകത്ത്. ക്യൂനാണെങ്കിലും ശരി, ജനഗണമനയാണെങ്കിലും ശരി, അവസാനത്തെ മലയാളി ഫ്രമിറ്റി ആണെങ്കിലും ശരി. ആക്ച്വലി എന്താണ് ഡിജോയുടെ യഥാർത്ഥ പൊളിറ്റിക്സ്? അല്ല, അങ്ങനെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 സിനിമയിലും പൊളിറ്റിക്സ് മാത്രമാണോ ഞാൻ പറഞ്ഞത്? അല്ല, നമ്മളവിടെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ്. ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്സ് മാത്രം ഒരു സിനിമയിൽ പറഞ്ഞാൽ ആ സിനിമ വിജയിക്കില്ല. അപ്പോൾ എൻ്റെ സിനിമയുടെ വിജയത്തിൻ്റെ മെയിൻ റീസൺ എൻ്റർടൈൻമെൻ്റ് ആണ്. ടിക്കറ്റ് എടുത്ത് വരുന്ന പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുത്തോ അവർ ഹാപ്പിയാണ്. അവരെ സംബന്ധിച്ചോളം അവർ ഇന്ന പൊളിറ്റിക്സ് വർക്കായതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. ഇപ്പോൾ നിനക്കും 3 പടം കണ്ടിട്ട് എന്തൊക്കെയോ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്ത് രാഷ്ട്രീയം? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നീ ചോദിച്ച ചോദ്യത്തിലാണെങ്കിലും എൻ്റെ രാഷ്ട്രീയമല്ല ഇമ്പോർട്ടൻറ്റ്. എൻ്റെ സിനിമയിൽ ഈ പറയുന്ന പോലെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന കോഷ്യൻ്റ് എത്രത്തോളം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു, അവിടെ സക്സസ് ഉണ്ടാവും. അതാണ് ടിജോന്റെ സിനിമകളിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് ബേസിക്കലി അതാണ് പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ സൈഡാണ് നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് മനുഷ്യത്വത്തിനെ പറ്റിയിട്ടാണ്. എൻഡ് ഓഫ് ദി ഡേ അതല്ലേ അൾട്ടിമേറ്റ്ലി മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ പറഞ്ഞ ഇതാണ് സോഷ്യൽ ഇഷ്യൂ. അന്നത്തെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്ന എന്താണെന്നുള്ളത് നമ്മളൊരു ഫിക്ഷനൈസ് ചെയ്തു. പിന്നെ കുറേയൊക്കെ നമുക്കും സുരേഷ് ചേട്ടനാണെങ്കിലും നമുക്കൊക്കെ കുറേയൊക്കെ റിയാലിറ്റീസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്നൊരു ഫിക്ഷണൽ കഥ, സിനിമയ്ക്ക് വേണ്ടിയുള്ള ഫിക്ഷണൽ കഥ നമ്മൾ അച്ചീവ് ചെയ്യും. നമുക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ ആശയങ്ങൾ തന്നെയായിരിക്കണം നമ്മൾ ചെയ്യുന്ന സിനിമകളിലും നിർബന്ധമില്ല. അത് ഏത് പൊളിറ്റിക്കൽ ആശയം പറഞ്ഞാലും നമ്മൾ ആ സിനിമയിൽ പറയുന്ന ആശയം തെറ്റാവാതിരുന്നാൽ മതി. ഒരു റോങ് ആശയം ആളുകളിലേക്ക് കൊടുക്കാതിരുന്നാൽ മതി എന്നാണ്. ഇപ്പോൾ ഞാനിങ്ങനത്തെ ഒരു ചിന്താധാരകളാണ്, ഞാൻ ഇങ്ങനത്തെ സിനിമകൾ മാത്രമേ ചെയ്തു. പ്രത്യേകിച്ച് ഒരു നടനെ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ടും വലതുപക്ഷത്തിൻ്റെ ആളായിട്ടും അതല്ലാത്തൊരു പക്ഷത്തിൻ്റെ ആളായിട്ടും ഒക്കെ അഭിനയിക്കാനായിട്ട് ഞാൻ തയ്യാറാവണം. ആസ് ആൻ ആക്ടർ എനിക്ക് അത് ചെയ്യണം. അതാണ് അതിൽ നമ്മൾ ആ കഥാപാത്രം അല്ലെങ്കിൽ ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം. വില്ലനാണെങ്കിൽ നല്ല ആശയം മുന്നോട്ട് വെക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളതിൽ ലീഡ് റോൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആ പറയുന്ന ആശയം നല്ലതായിരിക്കണം എന്നുള്ളതിനപ്പുറം ഞാനിത് ചെയ്യുള്ളൂ, ഞാനിങ്ങനത്തെ ആളാണ്, അങ്ങനെ ഇല്ലല്ലോ. ഞാനല്ലല്ലോ സിനിമ. ചേട്ടൻ വില്ലന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടൻ എന്നിട്ടൊരു സ്ക്രീൻഷോട്ടിൽ ഒരു ഡയലോഗ് ഉണ്ട്, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പറയാതെ വിട്ട ഒരു പ്രതിനായകന്റെ കഥ, നായകന്റെ. ഓക്കെ, ഇതിനകത്ത് ആ വില്ലനായിട്ട് കാണിക്കുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, ആക്ച്വലി ആരാ? അല്ല, ബേസിക്കലി നീ വായിച്ച സെന്റൻസിൽ
ഇത് നായകനാണോ വില്ലനാണോ എന്ന് എനിക്ക് ചേട്ടൻ മറ്റേ ഇത് പറഞ്ഞത്. അപ്പൊ ഏതാ പുതിയ വില്ലന്റെ കാര്യമാണോ ആ, രണ്ട് പ്രതിനായകനും നായകനും. ബേസിക്കലി നമ്മളുടെ വില്ലൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ ശത്രു എന്ന് പറയുന്ന തെലുഗു നടനാണ്. പുള്ളിയാണ് നമ്മുടെ സിനിമയിലെ മെയിൻ പോലീസ് ഓഫീസർ. ട്രെയിലർ കണ്ടിട്ടില്ലേ? പുള്ളിയാണ് പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി ശരിക്കും ഒറീസന്നാണ്, പക്ഷെ തെലുഗു സിനിമയിലാണ് വർക്ക് കൂടുതലും. പുഷ്പയിലൊക്കെ ആദ്യത്തെ അറസ്റ്റ് പുഷ്പ 1 നല്ല ഹൈറ്റുള്ള, പക്ഷെ അതിൽ വേറെ ലുക്കാ, നമുക്ക് പക്ഷെ വേറെ ലുക്കാ. അതെങ്ങനെയായിരുന്നു ഈ സീനിയേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു അത് ഭയങ്കര രസമാണ്. ഇപ്പൊ സിദ്ദിഖാണെങ്കിലും വിജയരാഘവൻ ചേട്ടനാണെങ്കിലും ഞങ്ങള് പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ഓസ്കാർ ഗോസ് ടു എൻഡോമാന്റെ പേര്, അങ്ങനെ ഞങ്ങൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത വെച്ചാൽ ആക്ടേഴ്സായിട്ട് നമ്മളിങ്ങനെ ചിരിക്കുന്ന സമയത്ത് അന്വേഷിപ്പിക്കും കണ്ടെത്തും. ഈ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിക്കും. നമ്മൾ എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവർ ഓരോ ക്യാരക്ടറിനും കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഗംഭീര അഭിനയമാണെന്ന് തോന്നും. ആ ഡീറ്റെയിൽ അവർ എന്തുകൊണ്ട് കൊടുത്തു എന്ന് പറയണതും നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസ്കഷൻസ് വരുമ്പോഴാണ്. ഉദാഹരണത്തിന് വിജയരാഘവൻ ചേട്ടൻ പറഞ്ഞൊരു സാധനം, നമ്മളുടെ A.K. ലെവിൻ സിനിമയിൽ ഒരു ഷോട്ട്, ആ ഷോട്ടിലെന്ന് വെച്ചാൽ പുള്ളിക്ക് അത് ചെയ്യുമ്പോൾ എന്ന് അത്ര ആ ചേറാടിക്കറിയാന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആ കഥാപാത്രത്തിന് ഒരു 50-55-60 വയസ്സുണ്ടെങ്കിൽ ഇങ്ങനെ 42 വയസ്സോ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ മെലിഞ്ഞിരിക്കുക എന്ന് പറയണത് അന്ന് പുള്ളി എത്ര കൊല്ലം മുമ്പാന്നാലും ഇരിക്കണം, മെലിഞ്ഞിരിക്കുക. അപ്പോൾ പുള്ളിക്ക് ആ ഇതൊന്ന് അയാളെ ഒരു പ്രമാണിയായിട്ട് കാണിക്കാനായിട്ട് പുള്ളി എന്ന് വെച്ചാൽ ഡ്രസ്സ് മറ്റേ ജുബയും കൊണ്ടും കഞ്ഞി വെക്കാൻ പറഞ്ഞു. കഞ്ഞി വെക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പടിപൊളി, അത് ഒരു വശം മുക്കിക്കൊണ്ട് ഒന്നും കൂടെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സ്റ്റാർച്ച് കയറി കഴിയുമ്പോൾ അതങ്ങനെ അതിട്ട് കഴിയുമ്പോൾ പുള്ളിക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു വയറും അഡീഷണൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതായി. നമ്മൾ അന്ന് ആ സിനിമ കാണുമ്പോൾ നമ്മൾ അത്രയും നമ്മൾ ചിന്തിക്കണില്ല. ഒരു ആക്ടർ അതിൻ്റെ പിന്നിൽ ഇത് ആക്ടർ ഇടുന്ന ഇൻപുട്ട് എഫേർട്ടാണ്, അത്രയും നമ്മൾ ആക്ടർ ഇട്ടതായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ആ ആക്ടറിന് നമുക്ക് ചേറായിട്ട് ഈ കറിയായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ അതാണ് ആക്ടറുടെ വിജയം. അതുപോലെ അതിനകത്ത് പുള്ളിയുടെ ഇൻട്രോ ഷോട്ടിലെന്ന് വെച്ചാൽ പുള്ളി അകത്തുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിനെ കാണിക്കാൻ ഒരു ഗണ്ണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എയിം ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടുന്ന് മറ്റേ ഫോക്കസ് ഇവിടുന്ന് മാറി ഗണ്ണിൻ്റെ ബാരലിൽ നിന്ന് മാറി പുള്ളിയുടെ മുഖത്തേക്ക് വരുമ്പോൾ ആ സിഗരറ്റ് ഉണ്ട്. അപ്പോൾ ആ സിഗരറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സിഗരറ്റിൻ്റെ ആഷ് ഒരു തട്ടാത്ത ഇങ്ങനെ ആ ആഷ് നമ്മൾ ഒരു സിഗരറ്റിനെ കത്തിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ കത്തി 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 ഇവിടെ ഒരു ഇത്രയും ആഷും ഇത്രയും സിഗരറ്റ് ആവുന്ന പോയിന്റില്ലേ. അപ്പോൾ ബഡാണ്, പക്ഷെ ഇത്രയും ഭാഗത്തെ ആഷ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സിഗരറ്റ് ഒന്ന് ഇങ്ങനെ ആണെങ്കിൽ ഇത് താഴെ പോവും അല്ലേ. അപ്പോൾ ഇതില് ഇത് പുള്ളിയുടെ ഐഡിയ തന്നെയായിരുന്നു. അതെന്ന് വെച്ചാൽ പുള്ളി അങ്ങനെ വെച്ചാൽ അതിൽ മറ്റേ അമൃതാഞ്ജനോ വിക്സ് അങ്ങോട്ട് തേച്ചിട്ട് അപ്പൊ ഇതിനൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. ആ സ്റ്റിക്കിനെസ് കാരണം കൊണ്ട് ഈ ആഷ് പോവില്ല. അപ്പൊ ആഷ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പൊ പുള്ളി ഇങ്ങനെ ഗണ്ണ് എയിം ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ചുണ്ടിരിക്കുന്ന സിഗരറ്റിന്റെ ആഷ് ഇങ്ങനെ, അതിന്റെ അർത്ഥം പുള്ളി ഒരു കടുകണ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ ഷാർപ്പ് ഷൂട്ടറാണ്. മനസ്സിലായ ഒരു ഡീറ്റെയിൽ അവിടെ ആഡ് ചെയ്ത് കണ്ട. ആ ഡീറ്റെയിലിന് പുള്ളി ഉപയോഗിച്ചൊരു ടെക്നിക്കാണ്. അതൊക്കെ കേട്ട് ഞാനും വന്ന് പ്രശാന്ത് ഏട്ടനും എല്ലാവരും എന്താ കാലത്ത് എന്ത് ടെക്നിക്ക് പുള്ളി അന്ന് ഉപയോഗിച്ചു എന്നുള്ളത്, അത് ആ ക്യാരക്ടറിന് കൊടുത്ത ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയല്ലേ. വെറുതെ ഒരു സിഗരറ്റ് കത്തിച്ച് അതിന്റെ തുമ്പ് മാത്രം തീ വരുന്ന പോലെ അല്ല, ഇത്രയും നേരമായിട്ടും പുള്ളി അതാ ഒരു കടുകണ അനങ്ങിയിട്ടില്ല, അനങ്ങിയ ആഷ് താഴെ പോലും. ആ ഡീറ്റെയിലൊക്കെ അത് നമുക്ക് അത് ചെയ്ത ആളിൽ നിന്ന് കേൾക്കുമ്പോൾ, അതുപോലെ പൂക്കാലം സിനിമയില് പുള്ളിക്കുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ഏജാണ് പുള്ളി പ്ലേ ചെയ്യുന്നത്. പുള്ളിക്ക് പുള്ളിയുടെ ആക്ച്വലി ഏജ് ശരിക്കും ശരീരത്തിനും മനസ്സിനും ഇല്ല. അല്ല സത്യമായിട്ട് നമ്മളുടെ കൂടെ ചില്ല് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ആളാ. ഒരു ദിവസം എനിക്ക് ഒരു ചാൻസ് കിട്ടിയ എന്റെ ചേട്ടനും അപ്പനും വന്നു കഴിഞ്ഞപ്പോ അന്ന് അപ്പൊ നമ്മളൊരുമിച്ച്. അപ്പൊ എന്റെ അപ്പനും ജയരാം ചേട്ടൻ ചിലപ്പോ എന്റെ അപ്പനേക്കാളും 1 വയസ്സോ 2 വയസ്സോ കൂടുതലായിരിക്കും ചിലപ്പോ. അപ്പൊ എനിക്കെന്ന് വെച്ചാല് എനിക്ക് എന്റെ അപ്പന്റെ കൂടെ കമ്പനി അടിക്കുന്നതിനെ അതിനൊരു പരിധിയുണ്ട്, അപ്പനും മോനല്ലേ. എന്നാൽ ജയരാം ചേട്ടൻ്റെ കൂടെ ഞങ്ങള് സുഹൃത്തുക്കളെ പോലെയാണ്. എനിക്ക് സിഗരറ്റിൽ അമൃതാഞ്ജൻ തയ്ക്കാൻ ഒരു അവസരം തരാം. അല്ല, അത് ചിലപ്പോ ബൈ എക്സ്പീരിയൻസ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോ
അതിന്റെ ലോജിക്കൊക്കെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. ഇത്ര നേരമുള്ള വയനാട് വീഡിയോ ഉണ്ടായിരുന്നു അല്ല, അത് മാത്രമല്ല ഒരു ചെറിയൊരു മാജീഷ്യൻ, ഒരു ഒടി വിദ്യ, അങ്ങനത്തെ പരിപാടി, കോയിൻ ലോഗയുടെ അതൊക്കെ സ്വയം ചെയ്യുന്നല്ലേ. അതേപോലെ നമ്മുടെ പടത്തിലും അരുണ്ടോമിനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റേ ഈ കോയിൻ ട്രിക്ക് പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ എങ്ങനെ അതായത് അവൻ എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ അയച്ചു തന്നു, അതുപോലെ ചെയ്യാൻ. ആദ്യത്തെ 2 ദിവസം ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യണത് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞാ ഒരു ഗസ്റ്റ് അപ്പിയറൻസിന് നീ ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ മോശമുണ്ടോ? അല്ല നമുക്ക് മറ്റേ ഫുൾ പടം വരും. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ഞങ്ങളത് അത് ചെയ്യാൻ പറ്റും. ഇതെന്താ അറിയാമോ, എന്ത് സാധനവും ആദ്യത്തെ 2-3 ദിവസം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം നമ്മളെ ഈ മസിൽസ് ആ താളത്തിൽ മൂവ് ചെയ്ത് ശീലിക്കുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ഹാൻഡ് മൂവ്മെന്റ് നമ്മുടെ സാധാരണ ഇല്ലല്ലോ. ആദ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോവും, അതിൻ്റെ ഇടയിൽ കൂടെ പോവും, വീഴും, തറയാൻ നടക്കും. എൻ്റെ കാറിന്റെ കാർപ്പറ്റ് അടിയിൽ കുറേ കോയിൻസ് ഉണ്ടാവും, ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടും. ഇത് വീട് പോയി കഴിഞ്ഞാൽ അടുത്തൊരെന്താ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് സീറ്റിൻ്റെ ഇടയിലൊക്കെ പോകുന്നത്. ചിലതൊക്കെ നമുക്ക് അപ്പം തന്നെ എടുക്കാൻ പറ്റി എടുക്കും. കാറിലിരുന്നിട്ടും അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ടും നമ്മളിങ്ങനെ ചെയ്ത് പിന്നെ നമ്മുടെ ഈ ഒരു മസിൽ മെമ്മറി പോലത്തെ ഒരു സാധനം വരും. അതും എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ നമ്മൾ ട്രെയിൻ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ പോവുമായിരിക്കും. പക്ഷെ ആ മസിൽ മെമ്മറിയാണ് ഇതിനെ ശരിക്കും ആ ഒരു ഫ്ലോയിലേക്ക് എത്തിക്കുന്നത്. അതെ അതെ, ഇഷ്ടായോ? അല്ല, കൈതു ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ വൈസ് പോലും ഇപ്പോൾ ഞാനൊക്കെ ഭയങ്കരമായിട്ട് റബേക്ക എന്നാണ് ക്യാരക്ടറുടെ പേര്. റബേക്ക ഭയങ്കര സ്പെഷ്യൽ ക്യാരക്ടർ ഈ സിനിമയിൽ. അപ്പോൾ വാക്ക് തൊട്ട് ഓരോ കാര്യത്തിലും, കാര്യം സാരി എടുക്കുക, നമ്മുടെ ബേസിക്കലി എന്താ വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പുറത്തുള്ളവരൊക്കെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പഴയ കാലത്തെ സാരി ഉടുപ്പില്ല. നമ്മൾ ചില സിനിമകളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ നടക്കുമ്പോൾ പോലും അവർക്ക് ഈ വഴികളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഏത് ഈ നാട്ടിലെ പിന്നീട് 1900 അവർക്ക് സ്ഥിരം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ട്രെയിൻ ചെയ്യുക, അവരുടെ വാക്ക്, അവരുടെ ബാഗ് ഹോൾഡ് ചെയ്യുക, സാരി, പിന്നെ ഇതിനെക്കാട്ടൊക്കെ പ്രയോറിറ്റി ഡയലക്റ്റ്, സംസാരിക്കുന്നത് നമ്മൾ അതിനുവേണ്ടി കയതുവിട്ട എഫേർട്ട് അതിഭീകരമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ടൊവിനെ നമ്മളൊരു ടൊവി ആഫ്റ്റർ ഓൾ സിനിമയ്ക്ക് വേണ്ടി നമ്മളുടെ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്. അത് നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കത് കാണാൻ പറ്റുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ടൊവി ഇപ്പോൾ നമ്മളൊരു തെലുഗു പടം പോയി ചെയ്യുമ്പോൾ ഈ ഡയലോഗ് പഠിച്ച് അതിന് വേണ്ടി, കാര്യം നമ്മളെ സംബന്ധിച്ചോളം പക്ക മലയാളമല്ലേ, മലയാളം നമുക്ക് ഈസിയാണ്. പക്ഷെ എനിക്ക് നമ്മുടെ മലയാളം ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് കുറേ യായും ഭയങ്കര പാടത്. അപ്പോൾ അത് ഓരോ ഭാഷയ്ക്കും ഓരോ സൗണ്ടിങ് ഉണ്ടല്ലോ. അപ്പൊ അത് ഇപ്പൊ നമ്മൾ മലയാളികൾ പോയിട്ട് മറ്റു ഭാഷകൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് പഠിക്കാൻ എളുപ്പം. എന്നാൽ പോലും നമുക്ക് നമ്മളുടെ മലയാള ഭാഷയിലുള്ള സൗണ്ടിങ്ങുകൾ അവിടെ പറയുന്ന ഭാഷയിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ട്യൂൺ ആയിട്ടുള്ള ഭാഷയിൽ അതായത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കാം. അല്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല. ഡയലക്ട് പിടിക്കുക, സ്ലാങ് ഇല്ലാതെ മറ്റു ഭാഷകൾ പറയാന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ട്രെയിൻ ചെയ്ത് സമയമെടുത്ത് ഡബ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ അത് എന്നാൽ പോലും ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യുന്ന സമയത്ത് മലയാളം ഇച്ചിരി മറ്റു ഭാഷകളെ സംബന്ധിച്ച് അതിന്റെ സൗണ്ടിങ് ഡിഫറെന്റ് ആണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾ വന്നിട്ട് പറയുന്ന സമയത്ത് അവിടുത്തെ വാക്കുകളുടെ സൗണ്ടിങ്ങും നമ്മുടെ വാക്കുകളുടെ സൗണ്ടിങ്ങും നമ്മൾ ചെറിയ വ്യത്യാസം. അതുപോലെ ഓരോ സെന്റൻസിനൊരു അർത്ഥമുണ്ട്. അപ്പോൾ അതിന് വേണ്ട പെർഫോമൻസ് അത് നമ്മളങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ കൈതുക ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അല്ല എനിക്ക് അവിടെ ഇങ്ങനെ ഹിന്ദിയിൽ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോൾ യു വാണ്ട് ഇൻ ദാറ്റ് വേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. അത് അതിനിട്ട എഫേർട്ട് ഭീകരമാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു ഡിജോ കാമാൻ ക്വയറ്റ് ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്നു. ഈ പുള്ളി തന്നെയാണോ സെറ്റിൽ ക്യാമറയുടെ പുറകിൽ? അങ്ങനെയല്ല, ദേഷ്യപ്പെടലില്ല. അത് ഭയങ്കര നല്ല ക്വാളിറ്റി. ഞാൻ ഡിജോനെ അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. അല്ലേ? ഇല്ല, ദേഷ്യപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ലില്ല, ഡിജോനെ ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. എളുപ്പമാണ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരെയും നയിക്കാനായിട്ട്. നല്ല ക്വാളിറ്റിയാണത്. അതായത് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നേടുന്നില്ല. അവിടെ ഈ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദേഷ്യപ്പെടുക, കയ്യിൽ നിന്ന് പോകുക എന്നൊക്കെ പറയുന്നത് അതൊരു വീക്ക്നെസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചിലപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചില്ല, അതൊരു വീക്ക്നെസ്. ദേഷ്യപ്പെടാതെ അതിനെ ഡീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അക്കാര്യത്തിൽ ഡിജോ ഭയങ്കര സ്ട്രോങ് ആണ്. മൊത്തം ക്രൂവിനും അത് ഭയങ്കര സമാധാനമാണ്. എപ്പോഴും ഒച്ചയും എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ല ഞാൻ വെറുതെ പറയല്ല, അതെല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. എപ്പോഴും ഒച്ചയും എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇയാളെന്തൊരു കാണിക്കുന്നത്, അങ്ങ് തിരിഞ്ഞ പ്രശ്നമാവും ഇവിടെ തിരിഞ്ഞ പ്രശ്നമാവും എന്നുള്ള ടെൻഷനിൽ എങ്ങനെയാണ് ഇവരൊന്ന് മനസ്സറിഞ്ഞ് വർക്ക് ചെയ്യുക. ഒരു ഡയറക്ടറിൻ്റെ സ്വഭാവമായിട്ട് വളരെ സിമിലർ ആയിരിക്കും മൊത്തം ക്രൂവിൻ്റെ സ്വഭാവം. പല സിനിമകളിലും വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സിനിമ സെറ്റിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത്
നമ്മൾ ഡയറക്ടർ എങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും ഡയറക്ടർമാരെ ചൂടാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു എഫക്ട് ഉണ്ടാവും. എല്ലാവരും ചൂടും ബഹളമായിട്ടായിരിക്കും നടക്കുന്നത്. ഡയറക്ടർമാരെ ജില്ലാണെങ്കിൽ എല്ലാവരും വരെ ജില്ലായിരിക്കും. ഡയറക്ടർ ലേസി ആണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ലേസി ആവും. ഡയറക്ടർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജൂഡേട്ടൻ്റെ സെറ്റിൽ ജൂഡേട്ടൻ വെള്ളത്തിൽ ഇത്ര ഇറങ്ങി നിന്നിട്ടാ പുള്ളി ഇത് ചെയ്യണേ. അല്ലാണ്ട് ഒരു പ്രളയം സിനിമ എടുക്കുന്നു, ഞാൻ കസേരയിലിരിക്കാം, ആക്ഷൻ വിളിക്കാൻ നിങ്ങൾ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ടല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പരാതിയില്ല. മനസ്സിലായോ? പുള്ളി ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇനി അങ്ങോട്ട് ചെയ്യൂ, വെള്ളത്തിന്റെ അടിയിൽ പോവും എന്നൊക്കെ പറയുമ്പോൾ തോന്നൂല്ലേ? പക്ഷെ അങ്ങനെയല്ല, പുള്ളി പാവം തോന്നും. പുള്ളി നമുക്ക് ഷൂട്ടുള്ള ദിവസം മാത്രം ചെയ്താൽ മതി. എനിക്ക് ഷൂട്ടില്ലാത്ത ദിവസങ്ങളും പുള്ളിക്ക് ഷൂട്ടുള്ളൂ. പുള്ളി പഴയത്താണെങ്കിലും ഇതിനാണെങ്കിലും ചാടി ഇറങ്ങി നിന്ന് അഭിനയിച്ച് കാണിച്ച് അങ്ങനെ ചെയ്യും. അത് ആ ക്രൂവിന് കൊടുക്കുന്ന ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഊർജ്ജമുണ്ട്. ഇതുപോലെ അല്ല ഇപ്പോൾ ബേസിലാണെങ്കിലും, ബേസിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചൂടാവേണ്ട സമയത്തൊക്കെ ചൂടാവും. പക്ഷെ എന്നാലും അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചൂടാവില്ല. ഭയങ്കര എല്ലാവർക്കും കറക്റ്റ് ഇയാൾ ഇപ്പോഴെങ്കിലും ചൂടാവേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവൻ ചൂടാവുള്ളായിരിക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ സീനൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അതായത് ചിരിച്ചിട്ട് ഇവന് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ട് കട്ട് വിളിക്കാനായിട്ട്. അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര പ്രോത്സാഹനമാണ്, ഭയങ്കര പോസിറ്റീവാണ്. അപ്പൊ കാണുന്ന ആൾക്കാർക്കും ഓക്കെ. അല്ലാതെ ഭയങ്കര കോമഡി സീൻ്റെ ഇടയ്ക്ക് ഓക്കെ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇയാളെങ്ങനെ അറിയില്ല എന്നുള്ള പോലെ നമുക്ക് തോന്നും. ഇവനിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണാം, ഇവൻ മനസ്സിൽ എഡിറ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട്. അപ്പൊ അതൊക്കെ അപ്പൊ ആ സെറ്റ് ഫണ്ണായിരിക്കും ഓരോ സിനിമയിലും. എനിക്ക് ഇങ്ങനത്തെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാട്ടോ. ഞാൻ ഭയങ്കര ഞാൻ ബേസിക്കലി അങ്ങനെ അത്ര വലിയ സംസാരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ടോവിയൊക്കെ അവിടെ നിന്ന് ചളി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. ഞാൻ അറിയത്തിട്ടെങ്കിൽ റെഡി. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാര്യം ഞാൻ അങ്ങനെ ഒരുപാട് ചളി അടിക്കാറില്ലെന്ന് തോന്നല്ലേ. ചളി അടിച്ചാലും പാളി പോവാം, അടിക്കാറില്ല. അടിച്ചാൽ മിക്കപ്പോഴും പാളി പോവാറാള്. അല്ല ബേസിക്കലി ഇങ്ങനത്തെ ഫൺ വേണമല്ലോ, എന്നാലും നമുക്കൊരു എനർജി എടുത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സെറ്റിൽ ഭയങ്കരമായിട്ട് ടോവി വരുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ്. എന്താ വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള തമാശ പറയാൻ പറ്റും. ചളിയല്ലേ, അതല്ലേ അതാണ് മൂവിങ്. ചളിക്ക് ചിരി വരുന്നില്ല എന്ന് പറയുന്നത് അത്ര നല്ല ക്വാളിറ്റി ഒന്നും അല്ല. ചളിക്കും ചിരിക്കാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങൾ റിലാക്സ്ഡ് ആണ്. പിരിമുറുക്കങ്ങളില്ലാതിരിക്കുമ്പോഴേ നമുക്ക് അങ്ങനത്തെ ഒരു ചളി. അത് മാത്രമല്ല, ചളിക്ക് ചിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചിരിക്കാൻ പറ്റാത്തത് പലപ്പോഴും അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് അതിന്റെ നമ്മൾ പറയുന്ന ഒരു ചളി അത് മനസ്സിൽ അത് സംഭവിച്ചതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിരി വരും. അതായത് ചെറിയ ഒരു ഫൈറ്റ് സീനിൽ എനിക്കത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഷോട്ട് എവിടെ ചെയ്യാം. അങ്ങനെയല്ല, ടോവിയുടെ ഇതാ കാരണം ടോവി വന്നിട്ട് സെൽഫ് ട്രോൾ ചെയ്യും. ഏതാ അവിടെ വന്നിട്ട് എന്തെങ്കിലും തോന്നിയത്, അപ്പൊ ഞാനത് കേട്ടിട്ട് ചിരിയോട് ചിരി. മനസ്സിലായി? അപ്പൊ അത് ഇങ്ങനത്തെ കുറെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള സിനിമ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു സ്പൂഫ് ഓടിക്കൊണ്ടിരിക്കണ്ടോ അറിയില്ല. അങ്ങനെയാണത് എന്തെങ്കിലും അത് ഭയങ്കര ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഓക്കെ നൈസ് എന്നൊക്കെ പറയുമ്പോൾ ടോവി ഇതായിട്ട് എന്തേ ഇങ്ങനെ തോന്നിയാ ചിരിയോട് ചിരിയത്. അപ്പൊ ഇതൊക്കെ ഭയങ്കര, അതും രാത്രി എത്ര അല്ലേ, രാത്രി വന്നും നമ്മൾ രാവിലെ 6 മണി വരെ ഷൂട്ട്. അതായത് രാത്രി വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറേ കണ്ടിന്യൂസ് ഡേയ്സ് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ ലൈഫ്. എല്ലാവരും മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം അവരാ പ്രഷർ വന്നിട്ട് അവരിങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ചിരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. റൂമർ ഇങ്ങനെ കറങ്ങി കിടക്കുന്നു, പള്ളിച്ചട്ടമ്പിയിൽ ഒരു ക്യാമിയോ ഉണ്ട്. ഞങ്ങളും കേട്ടു. 10-ാം തീയതി അല്ലേ അറിയാലോ. അപ്പൊ ഒന്ന് നേരിട്ട് വന്ന് കാണുന്നല്ലേ. ഇപ്പോൾ പ്രഭുവിന്റെ മക്കൾ തുടങ്ങിയ ഒരു ജേണിയാണ്. പള്ളിച്ചട്ടമ്പിയിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അയാളെ ഇപ്പൊ കാണാൻ കഴിയുവാണെങ്കിൽ ചേട്ടൻ എന്ത് പറയും മൂപ്പരോട്? ഫോട്ടോ എനിക്ക് അയച്ചു തരാം. എൻ്റെ ഇത് പോയി, ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചെടുക്കാം. ഈ ടോവിനോട് ഇപ്പൊ കാണുവാണെങ്കിൽ എന്ത് പറയും? ഇത് മറ്റേ ലാബ് യൂണിഫോമാണ് നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വന്നിട്ടുള്ളതാണ്. ഇതാണോ ഇത്? ഞാൻ അയ്യോ ഇപ്പൊ ഒരു കൊല്ലൊക്കെ തന്നെ വിചാരിക്കണേ. ശരി, വളരെ വളരെ ഇത് ഏതൊക്കെ കൊല്ലം അറിയാം? അതൊരു 2009 അങ്ങനെ ആയിരിക്കും. 2009. പക്ഷെ 17 വർഷം കൊണ്ട് ഞാൻ അത്യാവശ്യം ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ? അതുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് പറയാ, നീ അടിപൊളിയാണ്. തീരുമാനങ്ങളൊന്നും പാടില്ല. ഓക്കെയാണ്, ഹാപ്പിയാണ്. നമുക്കൊരു കുട്ടി ഗെയിം കൂടെ കളിച്ചിട്ട് ജസ്റ്റ് ഒരു ആണ്. രണ്ടുപേർക്കും മാറി മാറി മാറി. ടോവിനോയെ നായകനാക്കി ഞാൻ സംവിധാനം ചെയ്യുന്ന അവസാനത്തെ പടമായിരിക്കില്ല പള്ളിച്ചട്ടമ്പി. സ്നോ അതായത് അല്ല ഭയങ്കര, അതായത് അല്ല, അതായത് അവസാനത്തെ സിനിമയല്ല. ഉറപ്പായിട്ടും ജനഗണമന സീക്വൽ വരും. വരും. യെസ്. എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഡയറക്ടർ ഒളിഞ്ഞു കിടക്കുന്നു.
ആ അതുണ്ട് ഇല്ലേ, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടല്ലേ തുടങ്ങിയത്. എടുക്കട്ടെ ഇപ്പൊ വേണ്ട അതാൽക്കാലം അവിടെ ഇരിക്കട്ടെ, എന്തിനാ വെറുതെ വയ്യ. അത് ഭയങ്കര ടൂ മച്ച് ജോലിയാണ് ഇപ്പൊ ആലോചിക്കുമ്പോ. എനിക്ക് അതിനുള്ള ആരോഗ്യവും മാനസികാവസ്ഥയും ഇല്ല. സൈജു ശ്രീധരന്റെ മുൻപേ ഉടൻ വരും, അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അത് ഫാന്റസി ജോണർ അല്ലേ? മിന്നൽ മുരളി 2 ഇറങ്ങും. അത് പറയാൻ ഞാൻ ആളല്ല. ബേസിലും ഞാനും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ തീരുമാനമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ പറയാം, യെസ് എന്നോ പറയാം, പക്ഷെ അതായിരിക്കണമെന്നില്ല കറക്റ്റ്. ബേസിൽ ജോസഫ് അന്യഭാഷയിൽ പോയി എന്തോ പെരുസായി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പല അന്യഭാഷകളിലും പോയിട്ട് പലതും പ്ലാൻ ചെയ്യുന്നത് എനിക്കറിയാം. യെസ്. ലാലേട്ടനോട് ഒരു കഥ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ചിലപ്പോൾ സംഭവിക്കും. ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊന്നും ഒന്നല്ല 2-3 കഥകൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സംഭവിക്കുമോ? സംഭവിക്കട്ടെ. യെസ്. ബാച്ചിലർ പാർട്ടി 2 തിയേറ്റർ കുലുക്കും. എനിക്കറിയില്ല, അങ്ങനെ ഏതെങ്കിലും സിനിമ കൊണ്ട് തിയേറ്റർ കുലുങ്ങോ? ഒന്നും പറയാൻ പറ്റില്ല. സിമെന്റും കമ്പും കോൺക്രീറ്റ് ഒക്കെ വെച്ചുള്ള സാധനമല്ല, അങ്ങനെ കുലുങ്ങോ? ഇല്ല. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ ഈ സിനിമയുടെ 2 പാട്ടുകൾ ഇറങ്ങി, അത് നിങ്ങൾ കണ്ടു. എൻ്റെ പോസ്റ്ററുകൾ പലതും കണ്ടു. ഈ സിനിമയെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടു. ഇതിൻ്റെ ടീസർ ഒരെണ്ണം വന്നിരുന്നു, ഒരു ട്രെയിലർ വന്നു. അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവണം ഇതിനോടകം. ഇത്രയും വർഷങ്ങളായിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്കൊരു സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, വെക്കേഷനൊക്കെ അല്ലേ, ഈസ്റ്ററും കഴിഞ്ഞു, വിഷുവൊക്കെ ഒന്ന് പോയി അങ്ങനത്തെ ഒരു മൂടല്ലേ, ഒന്ന് പോയി കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങളെ നിരാശപ്പെടുത്താൻ വഴിയില്ല. നിരാശപ്പെടുത്തിയില്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമുള്ള നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ സജസ്റ്റ് ചെയ്യാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ അവരും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഡ്യൂസർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും. പാൻ ഇന്ത്യൻ ഹിറ്റായി മാറട്ടെ, പ്രാർത്ഥിക്കാം. ഉഷാറാകട്ടെ. താങ്ക് യു.